പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ക്വാ എന്ന് പറയുന്ന ഒരു 3-in-1 പലഹാരമാണ് ഉണ്ടാക്കുന്നത്. ഇത് സാധാരണ എല്ലാവരും വീട്ടിലുണ്ടാകുന്ന 3 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത്. ഇത് നല്ല കളർഫുൾ പലഹാരമാണ്, എന്നാലും കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് വരുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ പലഹാരം ഉണ്ടാക്കാൻ ആദ്യം പച്ചരി വെള്ളമൊഴിച്ച് നന്നായിട്ട് കഴുകിയതിന് ശേഷം 3 മണിക്കൂർ കുതിരാൻ വേണ്ടി വെക്കണം. ഇതുപോലത്തെ ഒരു ഗ്ലാസ്സിൽ 1 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 250 ml മെഷർമെൻറ്റ് കപ്പിലാണെങ്കിൽ 1 കപ്പ് വേണം. പിന്നെ ഇതിലേക്ക് നാളികേരം 1/2 കപ്പ് ചെരുകി വെച്ചിട്ടുണ്ട്. പഞ്ചസാര 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ചുവപ്പും പച്ചയും കളറ് വേണം. പിന്നെ വേണ്ടത് എസൻസ് ആണ്. ഞാനിവിടെ പൈനാപ്പിൾ എസൻസ് ആണ് എടുത്തിട്ടുള്ളത്. പച്ചരി സോക്ക് ചെയ്യാൻ വെച്ചിട്ട് ഇപ്പോൾ 3 മണിക്കൂർ കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് അരിപ്പയിലേക്ക് വാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഈ നാളികേരം ചെരുകി വെച്ചതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കാം. ഇതിൽ കുറേശ്ശെ വെള്ളം ഒഴിച്ച് ഒരു 3-4 പ്രാവശ്യമായിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. എന്താണെന്ന് വെച്ചാൽ മിക്സിയിലടിക്കുമ്പോൾ നാളികേരത്തിൻ്റെ പശിമ കൂടും. അപ്പോൾ നമ്മൾ ഓരോ ലെയറും ഒഴിക്കുമ്പോഴും അതിൻ്റെ മേലെ ഒട്ടൽ വരും. അതുകൊണ്ടാണ് നമ്മൾ കൈകൊണ്ട് പിഴിയുന്നത്. നാളികേരം ചെരുകിയത് കൂടുതലാവാനും പാടില്ല. ഇനി നമുക്ക് നേരത്തെ വാറ്റി വെച്ച പച്ചരി മിക്സിയുടെ ജാറിലിട്ടിട്ട് 1/2 കപ്പ് പഞ്ചസാരയും 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ച നാളികേരപ്പാലിലേക്ക് ഈ പച്ചരിയും പഞ്ചസാരയും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്ത ഈ മിക്സ് ഉണ്ടല്ലോ, അതൊന്ന് ഒഴിച്ച് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇപ്പം ഇത് 4.5 ഗ്ലാസ് ഉണ്ട്. ഇതാണ് ഇതിൻ്റെ പാകം. നാളികേരപ്പാൽ പിഴിയുമ്പോൾ വെള്ളം കൂടാൻ പാടില്ല. വെള്ളത്തിൽ കുറഞ്ഞാലും കുഴപ്പമുണ്ടാവില്ല. അധികം ലൂസായാൽ അപ്പം ഉണ്ടാക്കുമ്പോൾ സെറ്റാവില്ല, വേവാത്ത പോലെയാവും. ഇനി ഇതിൽ തരിയൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ആ മധുരമൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ടിത് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം. ഇതിപ്പോൾ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുള്ള മിക്സിലേക്ക് 1/2 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ട് സെപ്പറേറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് കിണ്ണത്തിൽ കോരി ഒഴിച്ച് ആവിയിൽ വേവിച്ചെടുക്കാം. അങ്ങനെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് എസൻസ് 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ പൈനാപ്പിൾ എസൻസാണ് ചേർക്കുന്നത്. എസൻസൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഫ്ലേവർ ചേർക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ കൂട്ടി വെച്ച മിക്സ് 3ആയിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നിലേക്ക് ആദ്യം ഗ്രീൻ കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അടുത്തത് റെഡ് കളർ ആഡ് ചെയ്യാം. ഇപ്പോൾ 3 പാത്രത്തിലും 3 കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനു വേണ്ടി ഇവിടെ ഇഡ്ഡലി ചെമ്പാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി നമുക്ക് ഗ്യാസ് ഓണാക്കിയിട്ട് ഇഡ്ഡലി ചെമ്പിനുള്ളിൽ ഹോളുള്ള തട്ട് ഇറക്കി വയ്ക്കാം. എന്നിട്ട് അതിന് മീതെ പ്ലേറ്റ് വെച്ച് കൊടുക്കണം. ഞാനിവിടെ സ്റ്റീൽ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. പ്ലേറ്റ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇഡ്ഡലി ചെമ്പിൻ്റെ ഉള്ളിൽ ഇറക്കി വയ്ക്കാൻ പറ്റുന്നൊരു പാത്രമാവണം. ഇപ്പോൾ ഇഡ്ഡലി ചെമ്പിന് അടിയിൽ ഒഴിച്ചു വെച്ചിട്ടുള്ള വെള്ളം തിളയ്ക്കുന്ന സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം റെഡ് കളറ് 3/4 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടിത് മൂടി വെച്ച് വേവിക്കണം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഇത് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. വെന്തോന്ന് അറിയാൻ ഒരു ഈർക്കിലിയോ ടൂത്ത് പിക്കോ എടുത്ത് കുത്തി നോക്കാം. അതിലൊന്നും പിടിച്ചിട്ടില്ലെങ്കിൽ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3/4 ഗ്ലാസ് വൈറ്റ് കളറ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി മൂടി വെച്ച് 5 മിനിറ്റ് വേവിക്കണം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം ഇതും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ലാസ്റ്റ് 3/4 ഗ്ലാസ് ഗ്രീൻ കളറ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതും മൂടി വെച്ച് വേവിക്കണം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്.
ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇത് വെന്തിട്ടുണ്ട്. ഇനി മേലെ ആവിവെള്ളം എങ്ങാനും ചെറുതായിട്ട് ഉണ്ടെങ്കിൽ 2 മിനിറ്റ് തുറന്ന് വെച്ച് വേവിച്ചാൽ മതി. അപ്പോൾ അത് വറ്റിപ്പോയിക്കോളും. ഇനി ഗ്യാസ് ഓഫാക്കിയിട്ട് നമുക്കിത് എടുക്കാം. ഇത് തണുത്തതിന് ശേഷം നമുക്ക് മുറിച്ചെടുക്കാം. ഈ പലഹാരം നമ്മൾ എസൻസ് ഒഴിച്ചുണ്ടാക്കുന്നത് കൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ചെറിയ തണുപ്പോട് കൂടി കഴിക്കുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. ഫ്രിഡ്ജിൽ വെക്കാതെ കഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. ഇനി നമ്മൾ ജീരകമിട്ട് സാധാ കിണ്ണത്തപ്പം പോലെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് തണുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊന്ന് വിടിവിച്ച് കൊടുക്കണം. എന്നിട്ട് ഇതൊരു സർവിങ് പ്ലേറ്റിലേക്ക് കമഴ്ത്തി കൊടുക്കാം. കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോൾ ഈ പലഹാരത്തിലിപ്പോൾ കളർ ചേർക്കുന്നതിന് പകരം ചെറുതായിട്ട് മഞ്ഞൾപ്പൊടിയോ ബീട്രൂട്ടിൻ്റെ നീരോ ഒക്കെ ചേർത്താൽ മതി. ഈ ഒരളവെടുത്താൽ നമുക്ക് 2 കിണ്ണത്തിലേക്കുള്ള അപ്പമാണ് ഉണ്ടാവുക. ഇത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ ഡയമണ്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യുന്നത്. ഈ ഒരു ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തത്. ഇതിങ്ങനെ 3 ലെയറായിട്ട് കിട്ടും. അപ്പോൾ ക്വാ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ലൊരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാം. വീണ്ടും പുതിയൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.